ഹലോ ഗൈസ്, പുതിയ മിനി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി ലാസ്റ്റ് ഡേ ഓഫ് എല്ലാ ഉത്സവം ശിവരാത്രിയാണ്. സോ ആദ്യം തന്നെ നമ്മൾ കുളിച്ച് ഒരുങ്ങി മേലാങ്കോടും എണ്ടരാപ്പൻകോവിലും പോയി. പിന്നെ നമ്മൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിയപ്പോൾ എടുത്തുള്ള റാൻഡം ക്ലിപ്പാണ് ഇത്. ഇതിൻ്റെ പല റാൻഡം ക്ലിപ്സും വരുന്നൊരു മിനി വ്ലോഗാണിത്. അതിനുശേഷം വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി പോയി. നല്ല തിരക്കുണ്ട്. ഞാൻ മൂന്നാമത്തെ പന്തിയിലാണ് ഉണ്ടത്. 12 മണിക്ക് ചെന്നിട്ട് 1:30-2 മണിക്ക് ആയപ്പോഴാണ് ഉണ്ടത്. ഇതെൻ്റെ കസിനുമായിട്ട് ഇരുന്നപ്പോൾ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. ആൻഡ് എൻ്റെ ഗ്യാങ്ങുകളെല്ലാവരും വന്നപ്പോഴാണ് ഞാൻ ഉണ്ടത്. അതാണ് 2 മണി ആയത്. പോരാത്തതിന് നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടില്ല, ഇതെനിക്കൂടെ രണ്ടാമത്തെ പന്തി എന്തോ ആണ്. അതാ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് മാത്രം എൻ്റെ അടുത്ത് സീറ്റ് കിട്ടിയില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടെ കഴിച്ച് അത്യാവശ്യം നല്ല മാന്യമായ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും എൻ്റെ വീഡിയോയിൽ തലാണിക്കാൻ വന്നവരാണ് അവരൊക്കെ. അതിനുശേഷം ഞാൻ ചുമ്മാ അവിടെ വെറുതെ നടക്കുന്നപ്പം എടുത്തൊരു ക്ലിപ്പാണ്. അതെല്ലാം ഇങ്ങനെ ആഡായി പൊക്കോട്ടെ എന്ന് കരുതി. പിന്നെ വൈകിട്ട് 4 മണിയായപ്പം പൊങ്കാലയ്ക്ക് പോയതാണ്. പൊങ്കാലയ്ക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ട്. ഇതൊക്കെ എൻ്റെ കസിൻസാണ്, അവർക്കൊക്കെ വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അവൻ എനിക്ക് എന്തോ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും പോയി വാങ്ങിക്കാടി എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഉള്ള ഒരു കളിപ്പാട്ട കടയെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ഇതിൽ പോയി നോക്കി. ഞങ്ങൾ ക്ലേ ഒക്കെ നോക്കി. 100 രൂപയും കൊണ്ട് വന്ന് അവൻ്റെ നമ്മൾ ആ കളിപ്പാട്ടത്തിൻ്റെ ആ ചേട്ടൻ്റെ കയ്യിൽ ആ ചേട്ടൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു സാധനമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് 40 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടാണ്. പക്ഷേ ആ ചേട്ടൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ എവിടെയൊക്കെയോ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ട് എൻ്റെ ചേഞ്ച് ഉണ്ടാകുന്ന ചോദിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതങ്ങ് വച്ചോ, വേണ്ട പോവാം എന്ന് പറഞ്ഞ്. ആൻഡ് പിന്നെ അവ എവിടുന്ന് ചേഞ്ചൊക്കെ ഒപ്പിച്ചിട്ട് എനിക്ക് ബബിള് മതി എന്ന് പറഞ്ഞപ്പോൾ ബബിള് വാങ്ങിച്ചു തന്നു. ആൻഡ് ഞാനത് ഊതി കളിക്കുന്ന വീഡിയോ ഞാനറിയാതെ അവൻ തന്നെ എടുത്ത് ചെയ്തതാണ്. അതും ഞാൻ ചുമ്മാ കിടക്കട്ടെ എന്ന് കരുതി. ഇതിനകത്ത് വൈകിട്ട് പൊങ്കാല തിളയ്ക്കുന്ന അല്ലെങ്കിൽ തളുപ്പിക്കുന്ന ആ ഒരു സമയം വരെ ഉള്ളൂ. തിളച്ച് തളുപ്പിക്കുന്ന ഒരു സമയം വരെ ഉള്ളൂ. അതിന് ശേഷമുള്ളത് പാർട്ട് 2 ആയിട്ട് ഇടാം. ഇത് നമ്മൾ പൊങ്കാലയ്ക്ക് തീ കൊടുത്തതാണ്. ഇവരൊക്കെ വീഡിയോയിൽ വീണ്ടും വരണം എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടതാണ്. അതൊക്കെ കസിൻസാണ് കേട്ടോ. ഇത് 2 കസിൻസാണ്. ഇത് കസിനാണ്. ഇത് എൻ്റെ 2 മാമിമാരാണ്. ഇത് കസിനാണ്. ഈ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട് ശീലമായി കാണും. ആ ഓറഞ്ച് ചുരിദാറിനെ കണ്ട് ശീലമായി കാണും. ഇതും എൻ്റെ കസിനാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കസിൻസ് തന്നെയാണ്. ആൻഡ് മിക്കതും കസിൻസും മാമിമാരൊക്കെ തന്നെയാണ്. പിന്നെ 6 മണിക്കായിരുന്നു പൊങ്കാല. അത് കഴിഞ്ഞ് പൊങ്കാലയൊക്കെ തീരാറായ സമയത്ത് ഞാൻ എടുത്തൊരു ക്ലിപ്പാണ്. എല്ലാവരും തളന്ന് പുകയൊക്കെ കൊണ്ട് എനിക്കും തലവേദനയായിരുന്നു. അതിനുശേഷം ഇവിടെ ദീപാരാധനയ്ക്കുള്ള പരിപാടി, തളിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. സോ അടുത്തൊരു വ്ലോഗിൽ കാണാം. ബൈ.